ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തും. ഇവിടെ സ്വർണം ഉരുക്കി കടത്തിയെന്നാണ് വിലയിരുത്തൽ. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. സന്നിധാനത്ത് പരിശോധനയ്ക്ക് കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ പരിശോധന ഇന്നും തുടരും. അന്വേഷണം ഉന്നതരിലേക്ക് നീളുമെന്നതും ഉറപ്പാണ്. പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്തിട്ടുണ്ട്. അന്നത്തെ പ്രസിഡന്റ് എ. പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിശദീകരണങ്ങൾ പലതും തൃപ്തികരമല്ല. ഇന്നും പരിശോധന തുടരുമെന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, പരിശോധന ഇന്നും തുടരുകയാണ്. പരിശോധന ആരംഭിച്ചത്, എന്തൊക്കെയാണ് നിലവിലെ സ്ഥിതി? 2 ദിവസമായി തുടർന്ന പരിശോധന ഇന്നും തുടരും. ഇന്നലെ വൈകിയാണ് പരിശോധന അവസാനിച്ചത്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ശബരിമലയിലെ രേഖകൾ, രജിസ്റ്ററുകൾ, അതുപോലെ തന്നെ വകുപ്പുകൾ ഇതെല്ലാമാണ് ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധനകൾ എല്ലാം ഏകദേശം അവസാന ഘട്ടത്തിലായിരിക്കുന്നു. ഈ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ, അതായത് ഈ ദ്വാരപാലക ശില്പങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിൽ സ്വർണത്തിന്റെ കുറവുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെയൊക്കെ കുറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ പൂർണ്ണമായി നടത്തുന്നത്. എന്തായാലും അതിനുശേഷമായിരിക്കും ആറന്മുളയിൽ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂമാണ് ദേവസ്വം ബോർഡിന്റെ. ആ സ്ട്രോങ് റൂമും പരിശോധിക്കും. ഇതുവരെ ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുള്ള ഈ കാണിക്കയായി ലഭിച്ചു, അതുപോലെ തന്നെ മറ്റ് ഭക്തർ സമർപ്പിച്ചുള്ള വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള സ്വർണം, അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ, ഇതെല്ലാം പരിശോധിക്കുകയായിരിക്കും ചെയ്യുക. കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ പരിശോധന നടക്കുക. ഈ പരിശോധനയിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ കണ്ടാൽ അത് കർശന നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും 2 ദിവസം തുടരുന്ന പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിനും തന്നെ പരിശോധന ആരംഭിക്കും. എന്തായാലും ഇന്നലെ രാത്രി വരെ പരിശോധന തുടർന്നു. അതിനുശേഷമാണ് നിർത്തിവെച്ചത്. രേഖകൾ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും ഒപ്പം ദേവസ്വം തിരുവാഭരണം കമ്മീഷണർ, ദേവസ്വം സെക്രട്ടറി, അങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥരെല്ലാം ഈ പരിശോധനയുണ്ട്. ഒപ്പം ഈ സ്വർണം കുറവുള്ള, ഏതെങ്കിലും തരത്തിൽ കുറവുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള നേരത്തെ ആക്ഷേപമുള്ള കാര്യങ്ങളെല്ലാം രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളുണ്ടാകുക. കൃത്യമായൊരു പരിശോധനയാണ് ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ആറന്മുളയിലെ സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന ഉണ്ടാകുക. ശശിനാരായണൻ, ഈ ഉന്നതരിലേക്കടക്കം അന്വേഷണം നീളുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആരാണ് ഈ ഉന്നതർ എന്നതിനെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചതായുള്ള അറിവുണ്ടോ? അത്തരം കാര്യങ്ങൾ SITയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. പ്രധാനമായും നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പേരിലുള്ള അന്വേഷണം, ദേവസ്വം ഉദ്യോഗസ്ഥർ പ്രതികളായി മുരാരി ബാബു അടക്കമുള്ള ആളുകൾ, ദേവസ്വം സെക്രട്ടറി JC അടക്കമുള്ള ആളുകളുടെ പ്രതി ചേർത്തുകൊണ്ടുള്ള FIR ആണ് അന്വേഷണങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ വിജിലൻസിന്റെ റിപ്പോർട്ടിലും ഗുരുതരമായ വീഴ്ച ദേവസ്വം ബോർഡ് 2019 ദേവസ്വം ബോർഡിന് പത്മകുമാർ അടങ്ങുന്ന ദേവസ്വം ബോർഡിനും വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും നടപടിയിലേക്ക് കടക്കുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തനിക്ക് ഇതിൽ പങ്കില്ല, താൻ ഇരുന്ന കാലഘട്ടത്തിൽ ഒരു തരം സ്വർണം പോലും പുറത്തുപോയിട്ടില്ല, അത്തരം വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ക്ഷേത്രത്തിന്റെ ഉന്നതരായ ആളുകൾ, അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രി അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കട്ടെ, എവിടെയാണ് വീഴ്ച സംഭവിച്ചിട്ട്, ആർക്കാണ് സംഭവിച്ചിട്ടുള്ള എന്ന കാര്യങ്ങൾ പരിശോധിച്ച് വേണം നടപടിയെടുക്കാനുള്ള ആവശ്യമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ള. താൻ മാത്രമല്ല ഇതിനകത്ത്, തനിക്കതിൽ പങ്കില്ല, തന്നെ മനഃപൂർവ്വം ഇതിനകത്ത് കുറുക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു, ചില ഉന്നതർ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ആരാണെന്നുള്ള കാര്യം നമുക്ക് കിട്ടുമല്ല. അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോ അല്ലെങ്കിൽ അന്വേഷണ സംഘമോ കണ്ടെത്തട്ടെ, ആ നിലപാടിലേക്ക് പോട്ടെ എന്നുള്ള കാര്യമാണ് പത്മകുമാർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ഒരു പരിശോധന ആവശ്യമാണ് എന്നുള്ളതാണ് പത്മകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് 10ഓളം പ്രതികൾ ഈ കേസിൽ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചകൾ ദേവസ്വം ബോർഡിനും ഒപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർക്കും വലിയ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വർണം പൂശിയ ഈ വാതിൽ കട്ടളപ്പാളിയും ഒക്കെ പൂശാൻ കൊണ്ടുവന്ന സമയത്ത് അത് തന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് കൊണ്ടുവന്നത്. തന്ത്രി അത് സ്വർണം പൂശിയ പാളിയാണെന്ന് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ഒപ്പം ദേവസ്വം സെക്രട്ടറി ഇതിൽ ഈ രേഖകളിൽ ഇത്
ചെമ്പ് പാളിയാണെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഗുരുതര വീഴ്ചകൾ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാറാണ് ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതായും വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. എന്തായാലും SITയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ശക്തമായ രീതിയിൽ തുടരും. ഈ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യും. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ നടപടി ഗുരുതര ഈ വീഴ്ച വരുത്തിയവർക്ക് നടപടിയിൽ കടക്കാനും സാധ്യതയുണ്ട്. 10 പേരാണ് പ്രതികളായിട്ട് നിലവിലുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സൂചിച്ചിട്ടുള്ളത്. അവർക്കെതിരെയാണ് ഈ അന്വേഷണം നടക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ശബരിമലയിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ ഇതുപോലുള്ള തട്ടീരോ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഈ പരിശോധനയോടെ പരിശോധിക്കേണ്ടത്. അത് ഈ രേഖകളും ഒപ്പം ഈ മകസറുകൾ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കോടതി നിരീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീടുള്ള നടപടികൾ ഉണ്ടാകുക. എന്തായാലും ആ ശബരിമലയിലെ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ ദേവസ്വം ബോർഡിന്റെ ആറന്മുളയിലെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുക. 2 ദിവസം കൊണ്ട് പരിശോധന പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നും പരിശോധന തുടരും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ നാളെ ആയിരിക്കാം ആറന്മുളയിലെ പരിശോധന തുടരുക. അതിനുശേഷമായിരിക്കും ഇതിന്റെ ഒരു അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുക. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പരിശോധന തുടരുകയാണ്. അതുപോലെ തന്നെ ഉന്നതരിലേക്കടക്കം അന്വേഷണം നീളുമെന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.